ബോർഡ് എന്തൊക്കെയുണ്ടല്ലോ എല്ലാം പുതിയ ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. സ്കൂട്ടറൊന്നും പോകാൻ പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എന്താണോ നിയമമായിട്ടുണ്ടാവില്ല. യുവർ സേഫ്റ്റി ഈസ് അവർ പ്രൈഡ്. റോഡിനോട് മുട്ടിയാണ് ബിൽഡിങ്ങുകൾ. ഇതുണ്ട് ഒരു ബിൽഡിംഗ് പള്ളിയല്ല, പള്ളിയാൻ തോന്നുന്നു. പള്ളി സൈഡൊക്കെ കുഞ്ഞിങ്ങുണ്ടോ പള്ളി എത്തിയിട്ട് രണ്ട് സൈഡിൽ പാടങ്ങളൊക്കെ ഉണ്ടോ. തെങ്ങുകളും പാടങ്ങളും നിറഞ്ഞ സ്ഥലം, വീടുകൾ അതിൽ കൂടുതൽ. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയല്ല. കേച്ചേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കേച്ചേരി എന്ന് പറഞ്ഞാൽ കേച്ചേരി തൃശ്ശൂർ കുന്നംകുളം റൂട്ടിലെ കേച്ചേരി. നമ്മൾ പോകുന്നത് മെഡിക്കൽ കോളേജ് റോഡിൽ. നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ യാത്ര കുറച്ച് ദൂരമുള്ള യാത്രയാണ്. മടമ്പത്തേക്ക്. മടമ്പൂരുടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ. നമ്മളിന്ന് കണ്ണൂർ ശ്രീകണ്ഠാപുരം മടമ്പം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. വലിയൊരു ബ്ലോക്ക് കഴിഞ്ഞാൽ പെരുമ്പിലാവിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരിക. അവിടെ റോഡ് പണിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളെ എടപ്പാളെത്തിയതേ ഉള്ളൂ. ചെറിയൊരു ചായക്കട. 2 ചായയും 2 പരിപ്പോടയും കഴിച്ച് ഞങ്ങൾ പതുക്കെ വീണ്ടും വിടുകയാണ്. ഓക്കെ, ഒരു ചായ കുടിക്കാൻ നിർത്തിയതാ. പറഞ്ഞോ പോവാ.
പുതിയ ടീ പ്ലാസയാണ്, തുടങ്ങിയിട്ടില്ല, ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. വെട്ടിച്ചിറ ടോൾ ഓപ്പൺ ആയിട്ടില്ല അല്ലേ? ഏയ് അവിടാണ് റോഡിൻ്റെ പണി കഴിയുന്നത്. നമുക്ക് ഒരു വണ്ടി അവിടുന്ന് ക്രോസ് ചെയ്യുന്നു. ഓ, ഒരു ഹോട്ടലാണ്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. കോട്ടയ്ക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കൊന്ന് പെട്രോൾ അടിക്കാൻ സർവീസ് റോഡിലൂടെ കയറി അതെന്താണ് ഇറങ്ങിപ്പോയി. ബോർഡ് എന്തൊക്കെയുണ്ടല്ലോ, എല്ലാം പുതിയ ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ഓക്കെ, സ്കൂട്ടറൊന്നും പോകാൻ പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എന്താണോ നിയമമായിട്ടുണ്ടാവില്ല. യുവർ സേഫ്റ്റി ഈസ് അവർ പ്രൈഡ്. ഇവിടെ നിന്നും കോട്ടയ്ക്കലേക്ക് കയറാൻ തോന്നുന്നു അല്ലേ? മറ്റേ തിരൂർ റോഡ് വഴി അങ്ങനെ കയറി പോകാം. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നേരെ തിരൂർ റോഡിലേക്ക് കയറും. പഴയ ഇടിഞ്ഞത് മണ്ണിടിഞ്ഞ കൂരിയാട് അല്ലേ? ഓ, ഇവിടെ ഒരു ബ്ലോക്ക് കാണുന്നുണ്ട് കേട്ടോ, അതായിരിക്കും കുറച്ച് മുമ്പായിരിക്കും തോന്നുന്നു. സർവീസ് റോഡ് സ്റ്റാർട്ട്സ് സർവീസ് റോഡിലേക്ക് മാറ്റി കൂരിയാടിൻ്റെ ഭാഗമാണ്. ഓ, ഇതൊക്കെയാണ് ഇവർ ടൈം കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? 5 മിനിറ്റേ പറയുന്നുള്ളൂ. സർവീസ് റോഡിലേക്ക് ഇറങ്ങിപ്പോണ്ട ഈ വഴിക്ക്. നമ്മൾ ലെഫ്റ്റ് പോയാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബ്ലോക്കാണ്. ഇവിടെ തന്നെയാണ് ഇടിഞ്ഞതല്ലേ? വാഹനങ്ങളുടെ നീണ്ട നിര. അങ്ങനെ പോകുന്നുണ്ട്, കുറേ ദൂരത്തേക്ക് പോകുന്നുണ്ട്.
ലെഫ്റ്റിലേക്കായിരുന്നു അവിടെ. മറ്റേ സൈഡിൽ എന്നാൽ അത്രയും ബ്ലോക്കില്ല, ഒരു വണ്ടി പോകണമുണ്ട്. അത് പഴയ കുരിയാട് തന്നെ. ഇതാ കുരിയാട് തന്നെ. അവിടെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലേ? കുരിയാട് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലിയർ ആക്കിയെന്നൊക്കെയാണ് പറഞ്ഞത്. കഴിയും തോന്നുന്നു. കുരിയാട് എഴുതിയിട്ടുണ്ട്. വണ്ടി കൊണ്ട് നീങ്ങുന്നില്ല. NH66 പണികൾ കഴിഞ്ഞ വഴികളെല്ലാം കഴിഞ്ഞു. ഇനി പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിയുടെ ഇതേപോലെ സൈഡ് റോഡിൽ കൂടെ പോകും. വടകര എത്താറായി. മൂടാടി പാലം, പണ്ട് ഒരു വണ്ടി കടന്നു പോയിക്കൊണ്ടിരുന്ന പാലമില്ലേ, ഇപ്പൊ പാലത്തെ കൂടെ ആക്സസ് ഇല്ല. ഇപ്പൊ പുതിയ പാലം വന്നു. അവിടെ എത്താറായി. ആ കാണുന്നതാണെന്ന് തോന്നുന്നു. വഴികളൊക്കെ കുറച്ച് മാറിപ്പോയിട്ടുണ്ട്, മനസ്സിലാവുന്നില്ല. 1-2 മാസമായില്ലേ വണ്ടിയും കൊണ്ടുള്ള വരവ്, വരുന്നില്ലല്ലോ. ഇടയ്ക്കെല്ലാം ബ്ലോക്കുകളുണ്ട്. ഇപ്പം മെയിൻ റോഡില്ലല്ലോ, ഈ സൈഡ് റോഡിൽ കൂടി ആയതുകൊണ്ടേ വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടു. ഉണ്ടോ? ഇപ്പോൾ ഒരു പെട്രോൾ
പെട്രോൾ ടാങ്കറുണ്ട്. അവർക്കൊന്നും കടന്നു പോകാൻ പറ്റുന്നില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളെ അടുക്കുന്നുണ്ട്, പക്ഷെ അടുത്തോട്ട് വഴിയൊന്നും കാണുന്നില്ല കേട്ടോ. അവിടെ ഒരു ചെറിയ ജംഗ്ഷൻ. ആ മൂടാടി പാലം എത്തിയെന്ന് തോന്നുന്നു. നല്ല അയ്യോ, ഇവിടെ എന്താ? അവിടെ എന്തൊരു ആക്സിഡന്റ് ഉണ്ട്. ഇടിയാണോ? ആൾക്കാർ ചിരിച്ചിട്ടൊക്കെയാ പോകുന്നത്. ആണോ? എന്താന്ന് മനസ്സിലാവുന്നില്ല. മൂടാടിപ്പാലല്ലേ? ഇത് മൂടാടി പാലം. കുറച്ച് നാൾ മുന്നേ ഓർക്കുന്നുണ്ടോ, ഒരു ടെമ്പോ ട്രാവലറോ ഏതോ ഒരു വണ്ടി റോങ് സൈഡ് കയറി വന്നിട്ട് ഇടിച്ച് വണ്ടിയിലുള്ള എല്ലാവരും മരിച്ചു പോയത്. ടെമ്പോ ട്രാവലർ റൈറ്റ് സൈഡ് ആയിരുന്നു. ഈ കാറുകാർ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു, റോഡ് ക്രോസ് ചെയ്ത് പോയി. ഈ വണ്ടി വന്ന് അടിച്ചു പോയി. ഇതിന്റെ താഴെ കാണുന്നതാണ് മൂടാടി പഴയ പാലം. ഇരുട്ട കാണത്തില്ല. വടകര എല്ലാം കഴിഞ്ഞു, ഭയങ്കര ബ്ലോക്കിൽ പെട്ടു. ഇപ്പോൾ സമയം 8:08. മാഹി ബൈപ്പാസ് കയറി. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പെട്രോൾ അടിക്കാം. പെട്രോൾ അടിച്ചിട്ട് കൂത്തുപറമ്പിനുള്ള വഴിക്ക് വിടണം. മട്ടന്നൂരെത്തിയിട്ട് കമ്പനിയുടെ നമ്മുടെ കൊടോണുള്ളത് കാരണം രാത്രി ആയതുകൊണ്ട് കരിപ്പെട്ടൊന്നും കാണാൻ പറ്റില്ല. ബൈപ്പാസാണ്.